ഇന്നും ഒരു ടെമ്പിൾ സീരീസ് തന്നെയാണ്. നമ്മൾ ഇന്നൊരു നീണ്ട യാത്ര പോവാണ്. ഞാൻ, ആൻറ്റി, മാമന്മാർ, പാറു, അപ്പു എല്ലാവരും കൂടെ അമ്പലത്തിലോട്ടായതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള സഹസ്രദള താമരയും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗുരുവായൂരും കയറുന്നുണ്ട്, അപ്പോൾ കണ്ണന് കൊടുക്കാൻ വേണ്ടി. ഇതും സത്യത്തിൽ ഇപ്പോഴൊന്നും എടുത്തു വെച്ച വീഡിയോ ഒന്നും അല്ല, ഓണത്തിനൊക്കെ കുറേ നാൾ മുന്നേ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ 4:30-ക്ക് തുടങ്ങിയ യാത്രയാണ്. സത്യത്തിൽ ഒരു വലിയ നീണ്ട യാത്ര തന്നെയായിരുന്നു. ഏറെക്കുറെ ഒരു 4-4:30-5 മണിക്കൂറിന് ശേഷം നമ്മൾ ഫസ്റ്റ് പോയിട്ടുള്ളത് നമ്മുടെ വടക്കുംനാഥനെ കാണാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ 8:30-9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വടക്കുംനാഥൻ്റെ അടുക്കൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും എൻ്റെ ഓർമ്മയിൽ ഇത്രയും പ്രായമായതിനു ശേഷം ആദ്യമായിട്ടാണ് വടക്കുംനാഥനെ കാണാൻ പോകുന്നത്. കുഞ്ഞിലെ എപ്പോഴോ ആണ് പോയിട്ടുള്ളത്. പിന്നെ നമ്മൾ അവിടെ കയറി തൊഴുതു. അകത്തോട്ടൊന്നും ഫോൺ അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പുറത്ത് നിന്നാണ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തത്. അവിടെ ഒരു കൂട്ടർ നടത്തിയിട്ടുള്ള പ്രസാദമായിട്ടുള്ള ചൂട് ഉണ്ണിയപ്പമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. ഫസ്റ്റ് ടൈമാണ് അതൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ വടക്കുംനാഥനെ കണ്ടോ? വടക്കുംനാഥനെ കണ്ടോ? വടക്കുംനാഥൻ എന്തോ പറഞ്ഞു, ശ്രീരാമനെ കണ്ടില്ലേ? പിന്നെ ആരെ? സത്യത്തിൽ ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ടാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ കാണാൻ ഒത്തിരി കാഴ്ചകളും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലാണ് നാലമ്പലം ഒക്കെ വരുന്നത്. അതിന് വെളിയിലായിട്ടുള്ള കുറേ ഗ്രൗണ്ടും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അത് ഒരു വല്ലാത്തൊരു പോസിറ്റീവ് വൈബ് തന്നെയായിരുന്നു. അവിടെ ഇരുന്നപ്പോഴും ഒക്കെ കിട്ടിയ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിറങ്ങാൻ നേരത്ത് ഇവിടെ പൂ വിൽക്കുന്നുണ്ടായിരുന്നു. മാമൻ എനിക്കും പാറിനും പൂ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി വെട്ടിയതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് പൂവൊക്കെ വെക്കുന്നത്. അതെനിക്കൊരു സ്പെഷ്യൽ അനുഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ അടുത്ത നമ്മുടെ യാത്ര പോകുന്നത് കണ്ണനെ കാണാൻ വേണ്ടിയാണ്. അവിടുന്ന് ഒരു 1.5 മണിക്കൂറത്തെ യാത്രയോളം ഉണ്ടായിരുന്നു ഗുരുവായൂരിലോട്ട്. അങ്ങനെ അവസാനം നമ്മൾ ഗുരുവായൂരെത്തി. നമ്മുടെ താമരയൊക്കെ നമ്മൾ വിരിയിച്ചെടുത്ത് കണ്ണന് കൊണ്ട് കൊടുത്തു. നമ്മൾ അകത്ത് കയറി തൊഴുതില്ല. നമുക്ക് ഇനിയും വേറെ യാത്ര പോകാനുള്ളത് കൊണ്ട് നല്ല തിരക്കായിരുന്നു. പുറത്ത് നിന്ന് തൊഴുത് കണ്ണന് അവിടെ പുറത്തുള്ളൊരു വിഗ്രഹം ഉണ്ടായിരുന്നു. പാറു കൊണ്ടുവന്ന് പിന്നെ അവിടെ കൊണ്ടുവന്ന് താമരയൊക്കെ അർപ്പിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ തിരിച്ചു വരുവാണ് ചെയ്തത്. അങ്ങനെ താമരയൊക്കെ കണ്ണന് കൊടുത്ത് കുറേ നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവളെ കാണുന്നത്. ഇവളെൻ്റെ കോളേജിലെ ഫ്രണ്ടാണ് ഹരിത. അവളെയും ഫാമിലിയൊക്കെ അവിടെ വെച്ച് കാണാൻ പറ്റി. കോളേജ് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവളെ കാണുന്നത്. ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവളുമായിട്ടുമൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്ത്. എല്ലാവരും മെമ്മറിയാണല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തിരിച്ചു വരുവാണ് ചെയ്തത്. ഗുരുവായൂർ ഓൾറെഡി നല്ല തിരക്കുള്ള സമയവും കൂടെ ആയിരുന്നു. പിന്നെ ഓണത്തിന് മുന്നോടാകുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ചെന്ന ദിവസം അതിലേറെ തിരക്കുള്ളൊരു ദിവസവും കൂടെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി വേറെ എവിടെയോ ആണ് പാർക്ക് ചെയ്തിരുന്നത്. വണ്ടി വരുന്ന അത്രയും നേരം കൂടെ നമുക്ക് പിന്നെ ഗുരുവായൂരപ്പൻ്റെ അടുക്ക നിൽക്കാനുള്ളൊരു അവസരമൊക്കെ കിട്ടി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വേറൊരിടത്തോട്ടാണ് പോയത്.